സിറ്റിംഗ് MLA മത്സരിക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറമായിട്ട് വ്യക്തികളുടെ ഗുണദോഷങ്ങൾക്കപ്പുറമായിട്ട് ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇഷ്യൂ ബേസ്ഡായി രാഷ്ട്രീയത്തെ കാണുമ്പോൾ അതിൻ്റെ അതോറിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ വീണ ജോർജിനെ വിമർശിക്കുകയും അവർക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നേഴ്സിംഗ് കോളേജ് തുടങ്ങി എന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ നേഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടും വിദ്യാർത്ഥിനികൾ റോട്ടിൽ നിന്ന് സമരം ചെയ്യുന്നത് കണ്ടാണ്. അവരുടെ അഡ്മിഷൻ പോകുമെന്ന് ഭയന്ന് അവർ സമരം ചെയ്തു. ഒന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP നേതൃത്വം കൊടുക്കുന്ന CJP തമ്മിലുള്ള മത്സരമാണ്. അത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്നും എതിരായിരുന്നു CPM മിക്കവാറും ഒരു കാലഘട്ടത്തിൽ. ഞാൻ വളരെ ജൂനിയറായ വ്യക്തിയാണ്. ആദ്യമായി കേരള നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. എനിക്ക് അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള അത്യാഗ്രഹമോ അത്യാർത്ഥിയോ ഇല്ല എന്ന് വിനയപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു അവസരം ആറന്മുള തരികയാണെങ്കിൽ ഈ ആറന്മുളയിൽ ഉള്ള വയോജനങ്ങൾക്കൊക്കെ ഒരു മകൻ്റെ സേവനം നൽകുന്ന, കരുതൽ നൽകുന്ന ഒരു ഓഫീസ് ഉണ്ടാകുമെന്നുള്ളത് ഞാൻ വാക്കുകൊടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് അബിൻ വർക്കിയാണ് മീഡിയ മംഗളത്തിനോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണ വിശേഷങ്ങളിലേക്ക് പോവാം. ടീം UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആറന്മുളയിലേക്ക് മത്സരിക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയത്? സന്തോഷമാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വിശ്വാസമാണോ? പാർട്ടിയുടെ വിശ്വാസത്തിലുള്ള സന്തോഷമാണ് തോന്നിയത്. തീർച്ചയായിട്ടും പാർട്ടി എനിക്ക് ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം തന്നത്, അല്ലെങ്കിൽ ഒരു അവസരം തന്നത്, അതൊരു വലിയ അവസരമായിട്ടും വലിയ ഭാഗ്യമായിട്ടും കാണുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമര നേതാവിൽ നിന്ന് ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് പൂർണ്ണമായ വ്യത്യാസമുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് കൂടുതലും നടത്തുന്നത്. കാരണം സംഘടനാപരമാണ് കൂടുതൽ. പൊതു വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പോലും നമ്മൾ സംഘടനാപരമായൊരു ലൈൻ വെച്ചാണ് നമ്മളതിനകത്ത് ഇടപെടുന്നത്. പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ നമുക്ക് സംഘടനാപരമായിട്ടുള്ളൊരു കൺസേണിനേക്കാൾ ഉപരി നമ്മളെല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക. അത് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും, വിവിധ രാഷ്ട്രീയമുള്ളവരുണ്ടാവും. അവരെയൊക്കെ ഈക്വലി കണ്ടുകൊണ്ട് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ CPM-കാരാണെങ്കിലും BJP-കാരാണെങ്കിലും ഒക്കെ തന്നെ അവരോട് വോട്ട് ചോദിക്കുമ്പോഴും അവരോട് കൂടെ പ്രവർത്തിക്കുമ്പോഴും അവർ ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കുമ്പോഴും ഒക്കെ തന്നെ അങ്ങനെ ഒരു മാറ്റമുണ്ട്. അതൊരു പൊതുവിഷയം എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ദൗത്യമാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ആറന്മുള എന്ന് പറയുന്നത് ഇടത് കോട്ടയാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറമലയായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയും ഇതിൻ്റെ DNA എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിച്ച ജില്ലയാണ്. ഈ ജില്ലയിലെ എല്ലാ വികസനങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. പക്ഷേ 10 കൊല്ലക്കാലം മുമ്പ് ആറന്മുള ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ആറന്മുളയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷവും ലഭിക്കുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് MLA ജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം അതിനൊരു മാറ്റമുണ്ടാകണമെന്ന് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഈ പ്രാവശ്യം മാറ്റമുണ്ടാകും എന്നുള്ള ഏറ്റവും നല്ല ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഓക്കെ. അപ്പോൾ അബിൻ ചേട്ടൻ ഒരു പുറം നാട്ടുകാരനാണെന്നും ഏതൊരു സ്ഥാനാർത്ഥി ഒരു സിറ്റിംഗ് MLA ആണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് LDF കരുതുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെയല്ല. അത് പാർട്ടി ഏതൊരു ദേശീയ പാർട്ടിയും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പല ഘടകങ്ങളും പരിഗണിക്കാറുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്നവരെയൊക്കെ മത്സരിപ്പിക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അത് പല ഘടകങ്ങൾ നോക്കിയാണ് മത്സരിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഈ തവണ എനിക്ക് തൊട്ടു മുന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ശ്രീ രാഹുലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിച്ചത് പാലക്കാടാണ്. അതിനു മുന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീ PC വിഷ്ണുനാഥ് ഒരു തവണ ചെങ്ങന്നൂർ വന്ന് മത്സരിച്ചിട്ടുണ്ട്. അതിനു മുന്നേ ഉണ്ടായിരുന്ന ഇപ്പോൾ ഷാഫി പറമ്പിൽ, ഇപ്പോൾ അദ്ദേഹം പാലക്കാടുകാരൻ, വടകരയാണ് മത്സരിക്കുന്നത്. ശ്രീ KC വേണുഗോപാൽ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നപ്പോൾ മത്സരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഇങ്ങനെ ഒട്ടേറെ ആളുകൾ, ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങലിലാണ് മത്സരിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാവായിരുന്നു. അദ്ദേഹം മത്സരിച്ചത് മലപ്പുറത്ത് വണ്ടൂരാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ പുറം നാട്ടുകാരനാണ് എന്നുള്ളത് അത് യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ KSUവിൻ്റെയോ നേതൃനിരയിലുള്ളവരെ പല ഘടകങ്ങൾ നോക്കി പാർട്ടി തീരുമാനിക്കുമ്പോൾ അത് ഒരു സെക്കൻഡറി ഘടകമായിട്ടാണ് എപ്പോഴും എടുക്കാറുള്ളത്. അത് CPM-ലും അങ്ങനെ തന്നെയാണ്, LDF-ലും അങ്ങനെയാണ്. ഇപ്പോൾ LDF-ൻ്റെ
റാന്നിയിൽ മത്സരിക്കുന്ന ഇപ്പോഴത്തെ MLA ശ്രീ പ്രമോദ് നാരായണൻ, അദ്ദേഹം റാന്നിക്കാരനല്ല, അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനാണ്. ഇപ്പോൾ LDFന്റെ ഇപ്പോൾ അടൂരിൽ മത്സരിക്കുന്ന ശ്രീമതി പ്രജി, അവർ അടൂരുകാരിയല്ല, അവർ കൊല്ലംകാരിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും പല ഘടകങ്ങൾ നോക്കിയാണ് ആ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനത്തിനൊത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ട്, സിറ്റിംഗ് MLAയോട് മത്സരിക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറമായിട്ട്, വ്യക്തികളുടെ ഗുണദോഷങ്ങൾക്കപ്പുറമായിട്ട് ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് കുറച്ച് ഗുരുതര ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളിൽ തീർത്തും പറയാൻ പറ്റില്ല. വയറ്റിൽ കത്രികയുമായിട്ട് ജീവിച്ച സ്ത്രീയുടെ കാര്യം, അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് അനുവദിക്കുന്ന സമയത്തുണ്ടായ ക്രമക്കേടുകൾ, അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ വീണ ജോർജിനെതിരെ തെരഞ്ഞെടുപ്പിന് ശേഷം അബിൻ വർക്കി എന്ന സമര നേതാവ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അല്ല, ഇതൊന്നും വ്യക്തിപരമല്ല. ഇത് ശ്രീമതി വീണ ജോർജ് ആദ്യത്തെ 5 കൊല്ലം MLA ആയിരുന്നു. അന്ന് അവരെ MLA എന്നുള്ള രീതിയിൽ ഈ ആറന്മുള നിയോജകമണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവരെ വ്യക്തിപരമായി മറ്റു കാര്യങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. പിന്നീട് അവർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി. ആരോഗ്യവകുപ്പിന് കീഴിലുണ്ടാകുന്ന കെടുകാര്യസ്ഥതയിൽ സ്വാഭാവികമായി അതിൻ്റെ അതോറിറ്റി എന്നുള്ള നിലയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വിമർശിക്കുകയും അവർക്കെതിരാണ് സമരം ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ശ്രീമതി KK ശൈലജ ടീച്ചർക്കെതിരെ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വ്യക്തി കേന്ദ്രീകൃതമല്ല, മറിച്ച് ഇതൊരു ഇഷ്യൂ ബേസ്ഡ് ആണ്. അപ്പോൾ ആരോഗ്യവകുപ്പിനെതിരെ അനവധി വിഷയങ്ങൾ, അതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കത്രിക ആയിക്കൊള്ളട്ടെ, മെഡിക്കൽ കോളേജ് കത്തിയതായിക്കൊള്ളട്ടെ, ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ, മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഇവിടെ കോഴഞ്ചേരി RCCയുടെ ഇവിടുത്തെ സെൻറ്റർ പൂട്ടിയതായിക്കോട്ടെ, ഇങ്ങനെ കൃത്യമായ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ആ രാഷ്ട്രീയത്തെ കാണുന്നത്. ഇഷ്യൂ ബേസ്ഡായി രാഷ്ട്രീയത്തെ കാണുമ്പോൾ അതിൻ്റെ അതോറിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ വീണ ജോർജിനെ വിമർശിക്കുകയും അവർക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യും. പക്ഷേ അതിനപ്പുറമായിട്ട് അവരുമായി വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നമോ വ്യക്തിപരമായിട്ട് യാതൊരു സൗഹൃദക്കുറവോ ഒരു അനിഷ്ടങ്ങളോ ഒന്നുമില്ല. LDF തന്നെയാണ് മുഖ്യ എതിരാളികൾ എന്ന് UDFും NDAയും പ്രചാരണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ത്രികോണ മത്സരം ആറന്മുളയിലുണ്ടോ? ഇല്ല, ആറന്മുളയിൽ ശരിക്കും 2 പാർട്ടികൾ തമ്മിലുള്ള മത്സരം, 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും നേതൃത്വം കൊടുക്കുന്ന CJPയും തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ ഇതിനകത്ത് ആർക്ക് വോട്ട് കൊടുക്കുമെന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് സംശയമുള്ളൂ. ഇപ്പോൾ കേരളത്തിലൊട്ടാകെ തന്നെ BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പല നിയോജകമണ്ഡലത്തിലും പല രീതിയിലാണ് വോട്ടുകൾ കൈമാറുന്നത്. അപ്പോൾ ഇതിനകത്ത് ആറന്മുളയിൽ ആർക്ക് വോട്ട് കൈമാറുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്നിരുന്നാൽ തന്നെ ഇവർ 2 പേരും കൂടിച്ചേർന്ന് നിന്നാൽ പോലും ഞങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പസിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ SFI പ്രവർത്തകർ തടയുന്ന ഒരു ഇതുവരെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കാര്യം LDFന്റെ ഒരു തോൽക്കുമോ എന്നുള്ളൊരു ഭയമാണ് എന്നുള്ളൊരു കോമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ലാതെ അവരെന്തിനാ തടഞ്ഞതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല സത്യത്തിൽ. കാരണം ഞാൻ അവിടെ വോട്ട് ചോദിക്കാൻ വേണ്ടി ചെന്നാണ് ഒരു സ്വാഭാവിക നടപടിയാണ്. നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാറുണ്ട് ക്യാമ്പസിൽ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ആ ക്യാമ്പസിൽ പഠിക്കുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ആറന്മുള നിയോജകമണ്ഡലംകാരാണ്, സ്റ്റാഫുകളുണ്ട്. കോഴഞ്ചേരി സെൻറ് തോമസ് പോലെ ഏറ്റവും പ്രൗഡ്ഫുള്ളായിട്ടുള്ളൊരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ പോവുക എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ഞാനവിടെ ചെന്നപ്പോൾ അതിനകത്ത് കുറച്ച് SFIക്കാർ അവരൊരു 4-5 പേര് കൂടെ വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, നമ്മൾ എപ്പോഴും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ഒരു സ്ഥാനാർത്ഥിക്ക് ആരോടും വോട്ട് ചോദിക്കാം. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രാഷ്ട്രീയമായ മര്യാദയും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശവുമാണ് ആരോടും വോട്ട് ചോദിക്കാം, അഭ്യർത്ഥിക്കാം എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഞാനത് നോക്കാതെ വോട്ട് ചോദിച്ചു തുടങ്ങി. പിന്നീട് കൂടുതൽ ആളുകൾ വന്നു. പക്ഷേ അന്നേരമാണ് ഒരു ഉന്തും തള്ളൊക്കെ ഉണ്ടായത്. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശം എനിക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളോടും വോട്ട് ചോദിച്ചു, എല്ലാ അധ്യാപകരോടും ചോദിച്ചു, അനധ്യാപകരോടും ചോദിച്ചു, SFIക്കാരോടും ചോദിച്ചു. അതിന് ശേഷമാണ് മടങ്ങി വന്നത്. പക്ഷെ അതൊന്നും അത്ര ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കണ്ണൂർ വെച്ച് സിറ്റിംഗ് MLA മന്ത്രിയുമായിട്ടുണ്ടായിരുന്ന വീണ ജോർജിന് KSU പ്രക്ഷോഭത്തിൽ പരിക്കേൽക്കുകയും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ ഇതിനെ UDF പരിഹസിച്ചു എന്നുള്ളൊരു ആരോപണവും LDFന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലമായിട്ട് ആറന്മുളയിലുള്ള ഒരു ഇലക്ഷനെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
കണ്ണൂർ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു എന്താ പറയുന്നത്, നടക്കാത്തൊരു സംഭവത്തിൻ്റെ പേരിലാണ് ആ നാടകം മുഴുവൻ ഉണ്ടായത്. അവർ ആക്രമിക്കുന്നതിൻ്റേതായ ഒരൊറ്റ ദൃശ്യം പോലും പുറത്തു വന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ വെല്ലുവിളിച്ചു, ഞങ്ങൾ ഇനാം പ്രഖ്യാപിച്ചു. അവസാനം അവർ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരു മാരകായുധങ്ങളും അവരുടെ കയ്യിലില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന മാരകായുധം കരിങ്കൊടി മാത്രമായിരുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു നടക്കാത്ത സംഭവമാണ്. ആ നടക്കാത്ത സംഭവത്തിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥികളുടെ 16 ദിവസമാണ് അവർ ജയിലിൽ കഴിയേണ്ടി വന്നത്. അതിൽ പല വിദ്യാർത്ഥികളും മുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്ക് നോയമ്പ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ കരിങ്കൊടി പ്രതിഷേധം കാണിക്കുന്നതാണ്, അത് മന്ത്രിമാരത് നേരിടുന്നതുമാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് അതിനെ മറ്റൊരു തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് ഇവരുടെ വീഴ്ചകൾ മറച്ചു വയ്ക്കാനായിരുന്നു. പക്ഷെ അതിലും വലിയ വീഴ്ചയായി എന്നുള്ളതാണ് അന്നുണ്ടായത്. കേരളം അത് മുഴുവൻ തിരിച്ചറിയും, ആറന്മുളയും തിരിച്ചറിയും. ഇപ്പോൾ ആറന്മുളയിൽ അബിൻ ചേട്ടൻ്റെ പരാജയത്തിനായിട്ട് മറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിലൊരു ഡീൽ ഉണ്ടാകും പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു CJP മുന്നണിയായിട്ടുള്ള മത്സരമാണ്. ഇതിൽ ആർക്ക് വോട്ട് കൊടുക്കുമെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഇവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ആർക്ക് വോട്ട് കൊടുക്കുമെന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മന്ത്രി തന്നെ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും അതല്ല ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയിലേക്കാണ് വിരൽ ചൂണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആറന്മുളയിൽ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള കാരണം എന്താണ്? ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥത, അത് ആരോഗ്യമന്ത്രിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥത നമ്മൾ ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് കോന്നി മെഡിക്കൽ കോളേജുണ്ട്. ആ കോന്നി മെഡിക്കൽ കോളേജിലുണ്ടായ വിഷയം, കോന്നി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൻ്റെ മേധാവി എഴുതി വെച്ച നോട്ടീസ് ഇങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തിരിച്ചു പോകുമ്പോൾ ജീവനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചേ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഒട്ടേറെ മെഡിക്കൽ കോളേജുകളിലുണ്ടായ വീഴ്ചകൾ, കത്രിക മറന്നു വെച്ച വിഷയം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലും ചർച്ച ചെയ്യും. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ കോഴഞ്ചേരിയിൽ RCCയുടെ ഒരു സെൻ്റർ ഉണ്ടായിരുന്നു. RCCയിൽ ചികിത്സയ്ക്ക് പോകുന്ന ക്യാൻസർ രോഗികൾക്ക് പിന്നീട് ഫോളോ അപ്പ് വേണമെങ്കിൽ തിരുവനന്തപുരം പോകേണ്ടിയിരുന്നില്ല. അവർക്ക് കോഴഞ്ചേരിയിലെ ഈ RCC സെൻ്ററിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഡോക്ടർ RCCയിൽ നിന്ന് വരുമായിരുന്നു. അത് ശ്രീ KK നായർ സാറിൻ്റെ കാലഘട്ടം തൊട്ടുള്ളതാണ്. പക്ഷെ അത് പൂട്ടപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു വീഴ്ചയായി തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പാലത്തിൻ്റെ വിഷയം, ഇപ്പോൾ ഇത് കോഴഞ്ചേരിയായിരുന്നു. നിങ്ങൾ അവിടെ തിരിച്ചു പോകുമ്പോൾ കോഴഞ്ചേരി പാലം ഒന്ന് നോക്കണം. അതായത് കോഴഞ്ചേരി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്ത അപ്രോച്ച് റോഡിൻ്റെയും പണി പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ടൗണിൽ ചെല്ലുമ്പോൾ അബാം മേൽപ്പാലം കാണാം, അതങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പോകണം, ഒരു ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയം അവിടെയുണ്ട്. ആ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിച്ചൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു KSRTC ഉണ്ട്, ആ കുമ്പഴയ്ക്ക് പോകുന്ന റോഡ് കാണണം. ഇതൊക്കെ ആറന്മുള ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായ ഒരു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി ഒരു സിറ്റിംഗ് MLA ആണ്, ആരോഗ്യമന്ത്രി ആയിരുന്നു. അപ്പോൾ ആ ഒരു ജനകീയതയെ എങ്ങനെ മറികടക്കും? അല്ല, അങ്ങനെ ഒരു ജനകീയത ഇവിടെ ഉള്ളതായി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ പിന്നെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ അവരുടേതായ എല്ലാ ബഹുമാനത്തോടും കൂടി ആ അർത്ഥത്തിൽ ഞങ്ങൾ നോക്കി കാണുന്നുണ്ട്. അവരുടേതായ ശക്തിയുള്ള വ്യക്തിയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ആ ശക്തിക്കും അപ്പുറമായി ജനവികാരമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ജനവികാരം വോട്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ ജനവികാരം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആറന്മുളയിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളാണ് LDF പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ എതിർ സ്ഥാനാർത്ഥി 5 വർഷം സിറ്റിംഗ് MLA ആയിരുന്നു, അതിനുശേഷം ആരോഗ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അത്രയും സ്വാധീനമുള്ളൊരു വ്യക്തിയായിട്ട് പോലും പല കാര്യങ്ങളും വേണ്ടത്ര ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറന്മുളയിൽ ഒരു വിഭാഗം ആളുകളും പറയുന്നുണ്ട്, UDFും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത് വികസനം ഞാൻ എണ്ണി പറഞ്ഞതാണ്. ഇതിനകത്ത് സ്വാഭാവികമായിട്ട് റോഡുകൾ ടാർ ചെയ്യുക അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്വാഭാവിക നടപടിയാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഈ ആറന്മുളയിലെ 10 തൊഴിലുണ്ടാക്കുന്ന എന്ത് സംരംഭമാണ് വന്നിട്ടുള്ളത്? ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നേഴ്സിംഗ് കോളേജ് തുടങ്ങി എന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ നേഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടും വിദ്യാർത്ഥിനികൾ റോട്ടിൽ നിന്ന് സമരം ചെയ്യുന്നത് കണ്ടാണ്. അവരുടെ അഡ്മിഷൻ പോകുമെന്ന് ഭയന്ന് അവർ സമരം ചെയ്തു. ഇപ്പോൾ ഈ കോഴഞ്ചേരി പാലം ഇപ്പോൾ പൂർത്തീകരിച്ചു. അത് ശ്രീ ശിവദാസൻ നായർ സാറിൻ്റെ കാലഘട്ടത്തിൽ അനുമതി കിട്ടിയ പാലമാണ്. ആ പാലത്തിൻ്റെ പൂർത്തീകരണം ഇതേവരെ 10 കൊല്ലമായിട്ട് ഇതേവരെ നടന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇങ്ങനെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഈ പറയുന്നതൊക്കെ തന്നെ പലതും പൊള്ളയായ കാര്യങ്ങളാണ്. ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പണം മുടക്കിയിട്ട് കാത്ത് ലാബ് തുടങ്ങിയിട്ട് ഡോക്ടർ വേണ്ടേ? ഡോക്ടറില്ലാതെ ലാബ് തുടങ്ങി അവിടെ വെച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നെഫ്രോയ്ക്ക് ഡോക്ടറില്ല, അങ്ങനെ പല കാർഡിയോയ്ക്ക് ഡോക്ടറില്ല.
ഇങ്ങനെ പല വിഷയങ്ങളിലും, അടിസ്ഥാനപരമായ പല വിഷയങ്ങളിലും വികസനം പിന്നോട്ടടിച്ച ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളത് ചർച്ച ചെയ്ത് ജനങ്ങളുടെ ജനവികാരത്തിന് വിടും. ജനവികാരം വിടുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാവുന്ന പ്രതീക്ഷയാണ്. ഈ പൂർത്തിയാവാത്ത പല പദ്ധതികളും ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം അതിലൊരു വസ്തുത, സത്യം എന്താണ്? അതിൻ്റെ വസ്തുത ഇപ്പോൾ ഞാൻ പര്യടനമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേനെ. ഇപ്പോൾ കോഴഞ്ചേരിയിലുണ്ടായിരുന്നു. കോഴഞ്ചേരിയിൽ ഞാൻ രാവിലെ ഒരു ചാനലുകാർ ബൈറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഞാൻ പാലം കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ടൗണിൽ ചെന്നാൽ, നിങ്ങളതാ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ടൗണിൽ ചെന്ന് ഈ അബാമേൽപ്പാലം നോക്കണം, സ്റ്റേഡിയം നോക്കണം, കോഴഞ്ചേരി പാലം നോക്കണം. ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളാണ്. ഇത് നിങ്ങളവിടെ ചെന്ന് നോക്കിയാൽ മതി ഇത് എത്രമാത്രം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും അതൊരു ഉദ്ഘാടനത്തിന് പറ്റുന്ന രീതിയിൽ പണി തീർന്നിട്ടുണ്ടോ എന്ന്. അതുമാത്രമാണ്, നേർക്കാഴ്ചയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, ഞങ്ങളിത് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നിങ്ങൾക്ക് നേർക്കാഴ്ചയായി. ആറന്മുളയിലെ ജനങ്ങൾ ഇതെന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാധ്യമങ്ങൾക്കും അത് പരിശോധിക്കാവുന്നതാണ്. ഇടത് സർക്കാരിന്റെ നയങ്ങളിലൊന്നായിരുന്നു സ്വകാര്യ മേഖലയിൽ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുക എന്നുള്ളത്. പക്ഷെ അപേക്ഷകരായിട്ടുള്ള സംരംഭകർക്ക് നിരാശയായിരുന്നു ഫലം. മാത്രമല്ല, നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോടികളുടെ കോഴയെന്ന ആരോപണം ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ ഇനി വരുന്ന സർക്കാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്ന്, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്നും എതിരായിരുന്നു CPM മിക്കവാറും ഒരു കാലഘട്ടത്തിൽ. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നപ്പോഴൊക്കെ തന്നെ അതിനെതിരെ ഒരു നിലപാടെടുത്തവരാണ് ഇവർ. പക്ഷേ ഒരു പിൽക്കാലത്ത് ഇവർ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ കൊണ്ടുവരികയും പൂർണ്ണമായി പ്രൈവറ്റൈസേഷനിലായിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ 2:1 ആയിരുന്നു സത്യത്തിൽ ശ്രീ എക്കാനയുടെ കാലഘട്ടത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൊടുത്ത ഇക്വേഷനെങ്കിൽ 2:1 അപ്പുറമായിട്ട് ഫുള്ളി പ്രൈവറ്റൈസ് ചെയ്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നേഴ്സിംഗ് കോളേജുകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയൊക്കെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി അത് പരിശോധിക്കപ്പെടുകയും അതിന്മേൽ കേസെടുക്കുകയും നിയമപരമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നേഴ്സിംഗ് കോളേജുകളൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെല്ലാവരും ഇവിടെ നിൽക്കാതെ വിദേശത്തായിട്ട് പോകുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നില്ല, മറിച്ച് ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഇവർ പോവുകയാണ്. ഇത്ര കോളേജ് തുടങ്ങി, ഇത്ര നഴ്സിംഗ് കോളേജ്, ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയെന്ന് പറയുമ്പോൾ എണ്ണത്തിലല്ല കാര്യം, ഇതിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന്മേൽ അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിലും വസ്തുത ഉണ്ടെങ്കിലും പൂർണ്ണമായി കേസെടുക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ CPM BJP ഡീൽ. അപ്പം അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് UDF എന്താണ്? ജനങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഡീലിലൊക്കെ അപ്പുറമായിട്ട് ജനഹൃദയങ്ങളിൽ ഞങ്ങളുണ്ട്. ഏത് ഡീലിനെയും തോൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുക. അപ്പോൾ UDF മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിശ്വാസം. അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വരുന്ന മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിട്ട് കാണാൻ സാധിക്കുമോ? ഞാനോ? ഒരിക്കലും ഇല്ല. ഞാൻ വളരെ ജൂനിയറായ വ്യക്തിയാണ്. ആദ്യമായി കേരള നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. എനിക്ക് അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള അത്യാഗ്രഹമോ അത്യാർത്ഥിയോ ഇല്ല എന്ന് വിനയപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നാണ് ആഗ്രഹം? അങ്ങനെയല്ല, കോൺഗ്രസിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഏത് സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് നമുക്കൊരു പ്രൊസീജിയറുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിരീക്ഷകർ വരും, പാർലമെൻ്ററി പാർട്ടിയിലെ അഭിപ്രായമെടുക്കും. അഭിപ്രായമെടുത്തതിന് ശേഷം ഭൂരിപക്ഷം അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ടുകൂടി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്താണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ രീതി. ഇപ്പോൾ UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ആറന്മുളയിൽ വരുന്ന പ്രധാന വികസന പരിപാടികൾ, മാറ്റങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു നാടാണ്. ആറന്മുള ഭയങ്കരമായ സാംസ്കാരിക തനിമയുള്ളൊരു നാടാണ്. ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പോയിരുന്നോ? പോകണം. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകണം. അവിടെ ആറന്മുള വള്ളസദ്യ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? വള്ളസദ്യക്ക് വരണം. അപ്പോൾ ആറന്മുള വള്ളസദ്യ അല്ലെങ്കിൽ ആറന്മുള വള്ളംകളി, ആറന്മുള കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈ ലോകത്ത് ഏതൊരു ഇൻ്റർനാഷണൽ ലീഡേഴ്സ് വരെ ഗിഫ്റ്റായി കൊടുക്കുന്ന ആറന്മുള കണ്ണാടിയാണ്. അപ്പോൾ അങ്ങനെ അത്രയും പ്രശസ്തമായ പ്രസിദ്ധമായ സ്ഥലമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു വലിയ മതമൈത്രിയുടെ മതേതരത്വത്തിൻ്റെ നാടാണ്. കാരണം ലോകപ്രസിദ്ധമായ ക്ഷേത്രം, ഇപ്പോൾ ശബരിമല വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്.
കൺവെൻഷനുകൾ, ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ, അല്ലെങ്കിൽ കുമ്പനാട് കൺവെൻഷൻ, IPCയുടെ പല പെന്തിക്കോസ്ത് സഭകൾ, ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോഴും ഇത് വലിയ മതേതരത്വമുള്ള നാടാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ ടൂറിസം മാപ്പിൽ ഒരു ഇടം കിട്ടേണ്ട നാടാണ്. തീർച്ചയായിട്ടും ടൂറിസം വികസനം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. 2, ഈ ചെറുപ്പക്കാരൊക്കെ വിദേശത്തേക്ക് പോകുന്നത്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വലിയ മൈഗ്രേഷനുള്ള നാടാണ്. വിദേശത്തേക്ക് പോകുന്നു, ഇവിടെ തൊഴിലെടുക്കാനുള്ള അവസരവും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാത്തതാണ്. അപ്പോൾ അത് പരിഹരിക്കാനൊരു ശ്രമം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. 3, ഈ ചെറുപ്പക്കാരൊക്കെ പോകുമ്പോൾ വീടുകളിൽ വയോജനങ്ങൾ മാത്രമാണുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഏതാണ്ട് 64,000 വീടുകളാണ് പത്തനംതിട്ടയിലെ പൂട്ടിക്കിടക്കുന്നത്. അതുമാത്രമല്ല, പല വീടുകളിലും പ്രായമായവർ മാത്രമാണുള്ളത്. അപ്പോൾ ഈ പ്രായമായവർ മാത്രമുള്ളിടത്ത് സത്യത്തിൽ ഒരു കെയർ, ജെറിയാട്രിക് കെയർ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്കൊരു അവസരം ആറന്മുള തരികയാണെങ്കിൽ ഈ ആറന്മുളയിൽ ഉള്ള വയോജനങ്ങൾക്കൊക്കെ ഒരു മകൻ്റെ സേവനം നൽകുന്ന, കരുതൽ നൽകുന്ന ഒരു ഓഫീസ് ഉണ്ടാകുമെന്നുള്ളത് ഞാൻ വാക്കുകൊടുക്കുകയാണ്. സത്യത്തിൽ ഈ നമ്മുടെ വിദേശത്തുള്ള സർക്കാരുകളൊക്കെ, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നത് വിദേശത്ത് ഓൾഡ് ഏജ് ഹോമിൽ ജോലിയെടുക്കാനാണ്. എന്താണ് ഓൾഡ് ഏജ് ഹോമിൽ ജോലി? അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ജനാധിപത്യ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രായമായവരെ സംരക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെയോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ് ആ നാട്ടിലെ പ്രായമായവരെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും മറ്റ് അടിസ്ഥാനപരമായ വികസന സ്വപ്നങ്ങളും വികസന കാര്യങ്ങളും ഒക്കെ അത് ഈ ആറന്മുളയുടെ ആഘോഷങ്ങളുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, പടയണിയൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടി സ്കെയിലപ്പ് ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വലിയൊരു ഗ്ലോബൽ ഫോക്കസ് കിട്ടുന്ന ഒരു തലത്തിലേക്ക് മാറ്റാൻ ആണ് ആഗ്രഹിക്കുന്നത്. ബാക്കി അന്നേരം നോക്കാം. അപ്പോൾ എന്തായാലും ഈ ചൂട് പിടിച്ച ഇലക്ഷൻ പ്രചരണത്തിനിടയിലും മീഡിയ മംഗളത്തിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷം. വിജയാശംസകൾ.